ഇന്ന് കണ്ട വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് ഡിറ്റോ എന്നൊരാൾ അയച്ചു തന്നത് കൂടെയാണ്. ഷാരോനെ ഒഴിവാക്കാനായി വിഷം കൊടുക്കുന്നതിന് പകരം ഷാരോൺ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു വ്യാജ പരാതി അവൾ ബുദ്ധിപരമായി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പൊതുസമൂഹവും പോലീസും ഒക്കെ ആരോടൊപ്പമായിരിക്കും നിൽക്കുക എന്ന റെട്ടറിക്കായി കുറച്ച് സർക്കാസവും വ്യംഗ്യവും പരിഹാസവുമുള്ള ഒരു ചോദ്യം. സാധാരണ ഞാൻ പരിഹാസവും വ്യംഗ്യവും ഒന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ആ ചോദ്യം കണ്ടപ്പോൾ ആ ചോദ്യത്തിന് ഒരു മെറിറ്റ് ഉണ്ട് എന്ന് തോന്നി. ഗ്രീഷ്മ തൻ്റെ ഈ ബോയ്ഫ്രണ്ടായ ഷാരനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിഷം കൊടുത്ത് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. കൊല്ലാതെ വിടായിരുന്നില്ലേ ഗ്രീഷ്മയെ എന്നേ ചോദിക്കാനുള്ളൂ. പക്ഷെ ഗ്രീഷ്മയ്ക്ക് എങ്ങനെ പോകണമെങ്കിൽ സർക്കാസമാണ് പറയുന്നത് കേട്ടോ, വ്യംഗ്യമാണ്. ഒരാളുടെ മരണത്തെക്കുറിച്ച് ഒരു കാരണവശാൽ നമ്മൾ പറഞ്ഞുകൂടാത്ത ഷാരോണിൻ്റെ വീട്ടുകാർക്കടക്കം പ്രണാമം ഓർമ്മിക്കുന്നു, അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗ്രീഷ്മയ്ക്ക് അതികഠിനമായ ശിക്ഷ കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതൊക്കെ വേറെ. പക്ഷേ അതോടൊപ്പം കൊല്ലാതെ വിടാമായിരുന്നില്ല എന്നൊരു ചോദ്യം തോന്നുന്നതിനോടൊപ്പം ഒരു വ്യാജ പരാതി കൊടുത്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഗ്രീഷ്മ ഒരു അതിശക്തയായ പോരാളിയാകുമായിരുന്നു. നമ്മുടെ ചാനലുകളെല്ലാം ഗ്രീഷ്മയെ ആഘോഷിക്കുമായിരുന്നു. ഇനി ഗ്രീഷ്മയും മറ്റൊരു വലിയ ഗ്രീഷ്മയും ഒരു യുദ്ധം തുടങ്ങി എന്നൊക്കെ ആൾക്കാർ പറയുകയായിരുന്നു. ആ അർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം എൻ്റെ ഒരു കാര്യം കൂടി ഇന്ന് ചാനലുകളിൽ കുറച്ചു മുമ്പാണ് ഞാൻ കണ്ടത്. ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ ശ്രീ ഷാജർ, വളരെ പ്രഗത്ഭനായ ഒരു യുവ നേതാവൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ, അദ്ദേഹം അടക്കം എനിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ ഞങ്ങൾ കേസെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ. യുവജന കമ്മീഷൻ എനിക്ക് വലിയ ബഹുമാനമാണ്. മുമ്പ് യുവജന കമ്മീഷനിൽ ശ്രീ RV രാജേഷ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ അതിൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യാനും എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഞാനാണ് ഈ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് എന്ന പേരും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അത് ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായും അങ്ങനെ എടുത്തോട്ടെ. എല്ലാ ചാനലുകളിലും അവർ കൊടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷനും നമ്മുടെ യുവജന കമ്മീഷനും എല്ലാം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കേസെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പോലീസ് എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വിമർശനം തുടരും. ഇതിനൊരു അവസാനം വേണം. നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരുടെയെങ്കിലും പരാതിയുടെ ഉള്ളിൽ നമ്മുടെ കരിയറും ജീവിതവും നശിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയിൽ എത്തരുത്. അതുകൊണ്ട് യുവജന കമ്മീഷൻ എനിക്ക് ബഹുമാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിലാണ് യുവജന കമ്മീഷൻ തുടങ്ങിയത്. ഒരുപാട് നമ്മുടെ യുവ ആക്ടിവിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ യുവ നേതാക്കൾക്ക് വളർന്നു വരാനുള്ള വലിയൊരു സ്പേസാണത്. അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ഇരിക്കുമ്പം കോൺഗ്രസ്, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെയാണ് കൊണ്ടുവരിക. ഇടതുപക്ഷം ഇരിക്കുമ്പം CPM, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ബോർഡിലും മറ്റും വരിക. അതിശക്തമായി അങ്ങനെ മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം ഒരുപാട് ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞാനടക്കം ഉന്നയിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഈ സത്യത്തിൻ്റെ ഭാഗമായി പങ്കുചേരുന്നുണ്ട് എന്നാരും മറക്കരുത്. നമുക്കതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണം. അങ്ങനെ രാഹുൽ ഈശ്വറിനെ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ തികച്ചും ഏകപക്ഷീയമായി തെറ്റുകളൊന്നുമില്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കയ്യടി നേടാൻ ആക്രമിക്കുമ്പോൾ എന്നെ പ്രതിരോധിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. അതിശക്തമായ നീക്കങ്ങൾ അതിനുവേണ്ടി നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ വേണം ആ പുരുഷ കമ്മീഷന് വേണ്ടി. വരുന്ന 2-3 ദിവസങ്ങളിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ 1-2 പ്രമുഖ MLA-മാരോടും മറ്റും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവരുടെയും കൂടെ അനുമതി കിട്ടിയാൽ, അവരുടെ പേര് പറയാത്തതിൻ്റെ കാരണം അവരുടെ അനുമതി ഞാൻ ചോദിച്ചിട്ടില്ല, കിട്ടിയിട്ടുമില്ല, നമുക്ക് ആ നിയമസഭയിലൊക്കെ അത് റേസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതിശക്തമായി പോരാട്ടത്തിൽ എല്ലാവരും പിന്തുണ തരണം. എനിക്കെതിരെ കേസെടുത്ത ആ കേസിനെ ആഘോഷിക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും നല്ല നമസ്കാരം പറയുന്നു. പക്ഷേ നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയാലും പിന്തിരിയാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഈ വിമർശനങ്ങളും പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടവും തുടരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കും.